വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം വലിപ്പമുള്ള 3 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല പഴുത്ത മാങ്ങ എടുക്കണം. അപ്പോൾ കത്തി വെച്ച് നമുക്ക് തോലൊന്നും കളയണ്ട. തോലൊക്കെ തുറന്ന് വരും പഴുത്ത മാങ്ങയാകുമ്പോൾ. അതിലേക്ക് നമുക്കൊരു 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ മാങ്ങ ഒന്ന് വെന്ത് കിട്ടട്ടെ. ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്കത് തുറന്ന് അതിലേക്ക് ഞാൻ ഇവിടെ ശർക്കര പൊടിച്ചിട്ടാണ് ഞാനിതിലേക്ക് ഇടുന്നത്. അപ്പോൾ അതിൽ വല്ല കല്ലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായി കഴുകി പാനിയാക്കിയിട്ട് ഒഴിച്ചാൽ മതി. പിന്നെ 1 ടീസ്പൂൺ നെയ്യ്. അപ്പോൾ ഈ മാങ്ങയിൽ ഈ നെയ്യ് ഒന്ന് നന്നായിട്ട് പിടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒരു 3 മിനിറ്റ് കൂടി നമുക്ക് മാങ്ങ വേവിക്കേണ്ടത്. നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കണം. 3/4 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകം കൂടി പോകരുത്, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിലെല്ലാം അരയ്ക്കണത് തൈരിലാണ്. അപ്പം നല്ല കട്ടിയുള്ള തൈര്, അത് ആവശ്യത്തിന് പുളിപ്പ് മതി, ഒരുപാട് പുളിപ്പ് വേണ്ട. അങ്ങനെയുള്ള തൈര് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി മിക്സിയിൽ നല്ലപോലെ അരയ്ക്കുക. മഷി പോലെ അരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ നെയ്യും ശർക്കരയും ഇട്ട് ആ മാങ്ങ നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് ഈ അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ അരപ്പിൽ ഞാൻ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് മുളകും ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും നമുക്കൊരു 3 മിനിറ്റ്, കൂടുതൽ വേണ്ട, ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആ നെയ്യിൻ്റെ മണമൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക. അപ്പോൾ ആ 3 മിനിറ്റ് മാങ്ങ അവിടെ വേവട്ടെ. നമുക്ക് ഇതിലേക്ക് താളിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഒരു 2 നുള്ള് ഉലുവയും വറ്റൽമുളക്, ഒരു 2 വറ്റൽമുളകും ഇട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് എടുത്തിട്ട് ഈ നെയ്യിൻ്റെ മണം, നെയ്യിൽ കടുക് വറുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉലുവ അധികം വേണ്ട, 2 നുള്ള് ഉലുവ ഇട്ടാൽ മതി. ഇതിലേക്ക് നമുക്ക് താളിച്ച് വെച്ചിട്ടുള്ള കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടി ഒന്ന് ചേർക്കാം. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ സമയമൊന്നും ഇല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.